നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള നിരവധി പ്രമുഖരായ ആളുകളുണ്ട്. അവരെ അനുഭവങ്ങൾ, കഥകൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളിലൂടെ ആഴത്തിലിറങ്ങി അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടുള്ള എൻ്റെ ഒരു ഗിവൺ ബാക്കാണ് സ്കൈ ടോക്സ്. അൺഫോൾഡിംഗ് ജേർണീസ് ആൻഡ് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്നാണ്. അദ്ദേഹം എഡ്യൂക്കേഷണലിസ്റ്റാണ്, ഇന്റർനാഷണൽ എനർജി ഫോറത്തിൽ പ്രതിനിധിയാണ്. സോ പ്ലീസ് വെൽക്കം മിസ്റ്റർ ഇബ്രാഹിം. ഇന്ന് നമുക്ക് ഉത്തരങ്ങളല്ല വേണ്ടത്, ചോദ്യങ്ങളാണ്. ഇവർ ഉപദേശം കേട്ട് കേട്ട് മടുത്തിരിക്കുന്ന ഒരു ജനറേഷനാണ്. നിങ്ങൾ തന്നെയാണ് അത് അനുഭവിക്കാൻ പോകുന്നത്. ഇന്ന് 99% സ്റ്റുഡൻസിൻ്റെ അവർക്കിപ്പോൾ ഇല്ലാത്ത ഒന്ന് ക്ലാരിറ്റി. മറ്റവർ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാർക്ക് നോക്കും. വട്ട്, അത് വട്ടാണ്. ഫിക്സ്ഡ് ആയിട്ട് അല്ല, നിങ്ങൾ എന്താ പറയാൻ പോകുന്ന സ്പീച്ച് നമുക്ക് നേരത്തെ അയച്ചു തരണം. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. റീസെൻ്റ്ലി മാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു, ടൈം എന്നൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് എന്തിൻ്റെ ഒരു എവിഡൻസിലാണ് മാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്? പ്രോബ്ലം സോൾവിങ് സ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? കുറേ ഇംഗ്ലീഷ് പറഞ്ഞു. എന്നേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളാണെങ്കിലും ഇനി നമ്മൾ കുറച്ച് മലയാളം പറയണോ അല്ലേ? അതെ. ആൻഡ് യു നോ വാട്ട്, ഞാനൊരു കാര്യം പറയാം. ഞാനും ലെനയും ഞങ്ങൾ 98 ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരിയർ, ടെലിവിഷൻ കരിയർ ആൻഡ് സിനിമ കരിയർ തുടങ്ങുന്നത്. ഞങ്ങൾ അന്ന് പരിചയമില്ല, ഞങ്ങൾ തൃശ്ശൂക്കരാണെങ്കിലും. പക്ഷേ ഐ വാസ് ടെല്ലിങ് ദിസ്, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെന്താ ലാസ്റ്റ് കണ്ടേ 10 years back 10 കൊല്ലം മുമ്പ് ഞങ്ങൾ കാണുന്ന. പക്ഷേ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആൻഡ് ഇന്ന് വന്ന് നമ്മൾ കൈ പിടിച്ചപ്പോൾ ആ ഒരു എത്രയോ കാലത്തെ പരിചയം ഒരുമിച്ച് വന്നു. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഇതിൽ ഞാൻ ഈ സമയത്ത് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് സ്കൈ ടോക്സിൻ്റെ വിത്ത് യു, ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ഐ റിയലി ലൈക്ക് താൻ പറഞ്ഞ ഒരു കാര്യം എനിക്കറിയാം, 18 to 21 താങ്കൾക്ക് ബന്ധമില്ല എന്ന്. പക്ഷേ എനിക്ക് കൃത്യമായിട്ടും ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ മകൻ 22 വയസ്സാണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഈ നിങ്ങൾ പറയുന്ന ഫോക്കസും ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അമ്മമാർക്ക് അതിലും ടെൻഷനാണ്. അത് വേറെ കഥ. പക്ഷേ ഐ റിയലി അണ്ടർസ്റ്റാൻഡ് the whole focusum decision കാര്യങ്ങളും പറയുന്നത്. ഇറ്റ്സ് റിയലി ഐ എം സോ താങ്ക്ഫുൾ ദാറ്റ് ഇത് ഈ സമയത്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. ഐ എം സോ ഹാപ്പി. ഓ ഗുഡ്. അതെ, സോ ഇറ്റ് കൺവേസ് ടു മൾട്ടിപ്പിൾ ജനറേഷൻസ്. അതെ. ഇനി എനിക്ക് ഇതിൽ ഒരു കസേര ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കസേരയിൽ വിളിക്കാൻ എനിക്കൊരു എമിനൻറ്റ് പേഴ്സണാലിറ്റിയെ വിളിക്കണം, മിസ്റ്റർ ഇബ്രാഹിം സുബാൻ. അദ്ദേഹം എഡ്യൂക്കേഷണലിസ്റ്റാണ്, ലോക കേരള സഭയുടെ അംഗമാണ്, ഇന്റർനാഷണൽ എനർജി ഫോറത്തിൽ പ്രതിനിധിയാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തി. ഈ വക നമ്മുടെ ഇന്നത്തെ കോൺവെർസേഷൻസിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സാന്നിധ്യം വളരെ ആവശ്യമാണ്. സോ പ്ലീസ് വെൽക്കം മിസ്റ്റർ ഇബ്രാഹിം. ഞാൻ ഒരുപാട് ചോദ്യങ്ങളിൽ എന്നോട് ഇൻ്റർവ്യൂവിലും പേഴ്സണലിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആദ്യം താങ്കൾക്ക് തരാം ആ ഒരു, ദെൻ ഐ ക്യാൻ സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഒരു തീമോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ ഒന്നുമില്ലാതെ ഈ ഫ്ലോറിൽ വന്നിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ സ്കൈ ടോക്സിൻ്റെ ആരെ ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ലെനയാണ്. താങ്ക് യു. എനിക്കും അത് വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ബിക്കോസ് യൂഷ്വലി ഞാൻ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവരായിട്ട് അവരോട് ടോക്കിംഗ് ടു ദം ഞാൻ കണ്ടിട്ടുള്ളത് അവർ ബ്ലാങ്ക് ആവാറുണ്ട്. ബിക്കോസ് ഇവർ ഉപദേശം കേട്ട് കേട്ട് മടുത്തിരിക്കുന്ന ഒരു ജനറേഷനാണ്. ഇവരോട് ഇൻ്റർനെറ്റിൽ തന്നെ 100,000 ആൾക്കാർ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് കഴിക്കേണ്ടത്, അതാണ്. സോ വി ആർ ടയേർഡ് ഓഫ് ബീങ് ബോംബാർഡഡ്. ദാറ്റ്സ് വൈ ആൻഡ് താങ്ക്സ് ഫോർ ഗിവിങ് മീ ദ ഫ്രീഡം. അതായത് നിങ്ങളൊരു ഫിക്സ്ഡ് ആയിട്ട് അല്ല, നിങ്ങൾ എന്താ പറയാൻ പോകുന്ന സ്പീച്ച് നമുക്ക് നേരത്തെ അയച്ചു തരണം. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ വലിയ കഴിവുള്ള ഒരാളല്ല ഞാൻ. എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി എഴുതി ഒരു ബൈ ഹാർട്ടഡ് സ്പീച്ചായിട്ട് വരാൻ പറ്റുന്നൊരു ആളല്ല. സോ ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഫോർ സ്റ്റാർട്ടിങ് സ്കൈ ടോക്സ്. ഐ ഹോപ്പ് നമ്മുടെ കേരളത്തിൽ സ്റ്റുഡൻസിനൊരു വളരെ വലിയൊരു ഓപ്പണിംഗ് ആവട്ടെ. നല്ല ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വന്ന് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഗുണം ചെയ്യും. ബിക്കോസ് എപ്പോഴും ഇറ്റ്സ് ഗ്രേറ്റ് ടു ഹാവ് മെൻറ്റോഴ്സ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ, വളരെ സന്തോഷം തോന്നിയത്, ഇന്ന് നമുക്ക് ഉത്തരങ്ങളല്ല വേണ്ടത്, ചോദ്യങ്ങളാണ്. 2 ചോദ്യം നമുക്ക്, ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ, അതിനൊരു നല്ല കയ്യടി. ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് 99% സ്റ്റുഡൻസിൻ്റെ എല്ലാം ഉണ്ട്. നോളജ് അറിയാമല്ലോ, ഒരു ബട്ടൺ അമർത്തി അവരുടെ കയ്യിലെല്ലാം ഉണ്ട്. നമ്മളൊന്നും കാലത്തെ പോലെയല്ല. ബട്ട് അവർക്കിപ്പോൾ ഇല്ലാത്ത ഒന്ന് ക്ലാരിറ്റി. അതാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അതിനുള്ള തുടക്കമാണ് ഗംഭീരമായിട്ട് ലെന കൊടുത്തത്. ആ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ, ക്ലാരിറ്റി മീൻസ് കോൺഫിഡൻസ് വരും, അതിന്
വലിയ രീതിയിലുള്ള വിന്നറാവുകയാണ് ആ ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നത് അവരുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കിട്ടുമ്പോഴാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് സംബഡി ഈസ് ആസ്കിങ് യു ക്വസ്റ്റ്യൻസ്, നമ്മൾ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയും, നിങ്ങൾ ആ ഉത്തരം അനുസരിച്ച് ജീവിക്കും എന്നുള്ളതല്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ലൈഫിന്റെ തീരുമാനമാണ്. നിങ്ങൾ തന്നെയാണ് അത് അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത്രയും റെസ്പോൺസിബിൾ ആവും. അല്ലെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു, അവർ ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞു, ആ ഒരു മെത്തേഡ് എടുത്താൽ നമ്മൾ ലൈഫിൽ വളരെ ലോങ് റൂട്ടിലൂടെ പോവും. നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ക്ലാരിറ്റി വേണം, എനിക്ക് എന്താ വേണ്ടത്. പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി ആ സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വെച്ചോളൂ. ബിക്കോസ് അറ്റ് ദിസ് ഏജ് നിങ്ങൾക്ക് ഫാമിലി വേണം. നൗ ഗോ ടു യുവർ ഫാമിലി ആൻഡ് ടെൽ ദം, വളരെ ക്ലിയർ ആയിട്ട് പറയുക, എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ്, അടുത്ത 3 വർഷത്തിൽ ഞാൻ എന്നെ ഇങ്ങനെ കാണുന്നു, അടുത്ത 5 വർഷത്തിൽ ഞാൻ ഇങ്ങനെ കാണുന്നു, അടുത്ത 10 വർഷത്തിൽ ഇങ്ങനെ കാണുന്നു. ഒരു ടൂളും കൂടെ ഞാൻ പെട്ടെന്ന് തരാം. ബിക്കോസ് ഞാൻ ഒരു പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് എന്തെങ്കിലും യൂഷ്വലി പറയാനുണ്ടാവും. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷനാണ്. There is a website called the Sparky Type Quiz. Sparky Type Quiz. Please write it down or find it on Google. It is an invaluable quiz. ഇത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല അളക്കുന്നത്, നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി ടൈപ്പ്. അപ്പോൾ ഞാൻ ഈ സ്പാർക്കി ടൈപ്പ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലൊരു മേവിക് ആണ്. സെക്കൻഡ് ടൈപ്പ് ഇസ് എസെൻഷ്യലിസ്റ്റ്. മേവിക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഇൻഫർമേഷൻ മുഴുവനും കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പഠിക്കുകയാണ്. മാസ്റ്റർ ക്ലാസ്സിൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, മാസ്റ്റർ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, ഫിലിംസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, ഫിലിം ക്ലബിലൊക്കെ ഉണ്ട്. ഞാൻ ഡയറക്ഷൻ പഠിക്കുന്നത് മാർട്ടിൻ സ്കോർസേസിയിൽ നിന്നാണ്, ഫ്രം മാസ്റ്റർ ക്ലാസ്. യെസ്, മാസ്റ്റർ ക്ലാസ്. മ്യൂസിക് പഠിക്കേണ്ടത് ഹാൻസ് സിമ്മറിൽ നിന്നാണ്. Do you understand? There are platforms which are teaching you, the greatest in the world are teaching you. So ഞാൻ അതിൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ സ്പാർക്കി ടൈപ്പ് മേവിക് ആയതുകൊണ്ടാണ്. മേവൻ ഓൾവേസ് വാണ്ട്സ് ടു ലേൺ, പെർപ്പച്വൽ സ്റ്റുഡൻ്റ് ആണ്. ദാറ്റ്സ് മൈ പേഴ്സണാലിറ്റി ടൈപ്പ്. 12 പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ട്, അതിലും ഞാൻ മേവനാണ്. എൻ്റെ സെക്കൻഡറി പേഴ്സണാലിറ്റി ടൈപ്പ് എസെൻഷ്യലിസ്റ്റാണ്. ഞാൻ 100,000 പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫിലോ 5 പോയിൻറ്റ്സിലോ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ തരാൻ പറ്റും. ബിക്കോസ് ഐ എം ആൻ എസെൻഷ്യലിസ്റ്റ്. നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ എടുക്കുന്ന പോലെ 50,000 റോസ് പെറ്റൽസ് മേക്ക് 1 ഡ്രോപ്പ് ഓഫ് എസെൻഷ്യൽ ഓയിൽ. ലൈക്ക് ദാറ്റ് ഐ ടേൺ ഇൻഫർമേഷൻ ഇൻ ടു ബൈറ്റ് സൈസസ്. സോ ദിസ് ഈസ് മൈ ആക്ച്വൽ നേച്ചർ. അപ്പം ഞാനൊരു ആക്ട്രസ് ആയത് ഞാനിങ്ങനെ പല സ്ഥലത്ത് ഇൻഫർമേഷൻ എടുത്തിട്ട് എൻ്റെ ക്യാരക്ടേഴ്സിലിടും. അപ്പോൾ എൻ്റെ ആക്ടിങ് ആൾക്കാർക്ക് നന്നായിട്ട് തോന്നും. ബട്ട് എൻ്റെ ആ ബേസിക് സ്വഭാവം എനിക്കറിയാമെങ്കിൽ എനിക്കത് പോസിറ്റീവായിട്ട് എൻ്റെ ഗുണത്തിനും എല്ലാവരുടെ ഗുണത്തിനും യൂസ് ചെയ്യാം. ഞാൻ അതേ സമയത്ത് ആ ബാക്കിയുള്ള കാറ്റഗറീസിൽ ഞാൻ ജീവിക്കാൻ നോക്കിയാൽ ഞാൻ എത്തില്ല. എപ്പോഴും ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എനിക്ക് ജേർണലിസം പറ്റില്ല, എനിക്ക് ഇങ്ങനെയൊന്നും അറിയണില്ല. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അത് എൻ്റെ ജോലിയല്ല. ഞാൻ എന്തിനാ അതിലേക്ക് നോക്കുന്നത്? എനിക്കിങ്ങനെ ഒരു എഡ്യൂക്കേറ്റർ ആവാൻ പറ്റുന്നില്ല. ഈ സ്കൈ ടോക്സ് പോലത്തെ ഇത്രയും വലിയൊരു സംഭവം തുടങ്ങി, ഈ ഇബ്രാഹിം സാർ തുടങ്ങി, പക്ഷേ എനിക്ക് അതൊന്നും പറ്റുന്നില്ല. ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്. ഐ എം നോട്ട് സപ്പോസ് ടു ഡൂ ദാറ്റ്. സോ ദിസ് ഇസ് ദ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. എങ്ങനെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം? ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ബേസിക് നേച്ചർ പിന്നെ സെക്കൻഡറി നേച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ പ്ലീസ് ടുഡേ ആഫ്റ്റർ ദിസ് ടോക്ക് ഗോ ആൻഡ് ഡു ദ സ്പാർക്കി ടൈപ്പ് ക്വിസ്. It will be life changing for you. ഒരു കാര്യമില്ല, ഈ എന്താ പറയുക, നമ്മളെ ഒരു കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിങ്ങൾക്കൊക്കെ ഇത് കമ്പയർ ചെയ്യാൻ വരും. ഈ കമ്പാരിഷൻ വരും. മറ്റവർ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാർക്ക് നോക്കൂ. Comparison is the thief of life. സത്യം. അവര് ഡോക്ടറാണ്, അവര് എഞ്ചിനീയർ ആണ്. ഞാൻ ചോദിക്കണേ ഈ ഒരു, സോ ദാറ്റ് ഈസ് വൺ. ആൻഡ് അതിൻ്റെ ആഡഡ് ക്വസ്റ്റ്യൻ ആണ് ഈ സ്കൈ ടോക്കിൻ്റെ തീം തന്നെ, അൺഫോൾഡിങ് ജേർണീസ് ഇഗ്നൈറ്റിംഗ് മൈൻഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഈ സക്സസ് എന്നൊരു ഫാക്ടറിനെ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? വാട്ട് ഡസ് സക്സസ് മീൻസ് ടു യു? Wow. See, this is why she is who she is. This is Rekha Menon. She will ask you the most useful and the most sharp question. What is your definition of success? My definition of success is if my heart is calm, relaxed and overflowing with joy with whatever I am doing. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ സംസാരം നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
I am right now successful in today's this thing that I came to do. This is success to me because it connected. I am feeling good. When I am not feeling good in my heart, it's feeling heavy. നമുക്കത് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റോങ് റൂട്ടാണ്, വഴി തെറ്റി. നമുക്ക് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓൾവേസ്, ഫോർ എവറിത്തിങ്, എസ്പെഷ്യലി ഇൻ റൊമാൻസ്. കേട്ടോ, അതിലൊരു വാക്കുണ്ടല്ലോ, ടോക്സിക്. എസ്പെഷ്യലി ഇൻ റൊമാൻസ്. ഒരാളെ മീറ്റ് ചെയ്ത വഴിക്ക് അവർ നമ്മളെ ഡാസിൽ ചെയ്യാനൊക്കെ നോക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റോങ് പേഴ്സൺ. യുവർ ഹാർട്ട് ഇസ് ഗിവിങ് യു ആൻ അലാം. നോ 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 എന്നാണ് പറയുന്നത്. If you feel light and easy and it makes you feel like if you're going like this when someone's talking to you and you're becoming like this, wrong route. When you go like this and you feel nice and relaxed, you're on path. So right now for me all that is success. So the astronaut gave you a very nice vibe. Very nice vibe. Very spacious vibe. അന്നാ എൻ്റെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു ഇതാലോചിച്ച് ഡീപ്പ് മെഡിറ്റേഷനിൽ പോയപ്പോൾ എ വിഷ്വൽ സ്റ്റാർട്ടഡ് ഇൻ മൈ മൈൻഡ്. മനസ്സിലായോ? എൻ്റെ ഡീറ്റെയിലിംഗ് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല.